സൺഡേ മോർണിംഗിൽ നമുക്ക് ആ ദിവസം വൈബാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിൽ ഇന്നത്തെ ടാസ്ക് ആയിരുന്നു ഒരു മിനിയേച്ചർ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഞാൻ മോൾക്കാണ് കൊടുത്തത്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ കൂടി കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തുണ്ടാക്കാൻ നോക്കുമ്പോഴും അത് ക്രിയേറ്റീവായിട്ട് ചെയ്യാനും നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാനും നമ്മൾ ശ്രമിക്കൂലേ. അത് എന്ത് തന്നെ ആർട്ടാണെങ്കിലും ശരി, നമ്മളിപ്പോൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ശരി, അതേപോലെ ഇപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ അത് നമ്മുടെ മനസ്സിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും തോട്ട്സ് വന്നിട്ടുണ്ടാവും. അതിൻ്റെ ബെസ്റ്റായിട്ട് നമ്മൾ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കൂല. എന്നതുപോലെ തന്നെയാണ് നമ്മളുടെ ക്രിയേറ്റർ നമ്മളെയും സൃഷ്ടിച്ചിട്ടുണ്ടാവുക. അതിൽ ഏറ്റവും ബെസ്റ്റ് മാസ്റ്റർ പീസായിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളുടെ ഫോക്കസ് ആദ്യം പോകുന്നത് എങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുക? എൻ്റെ മൂക്ക് ഇങ്ങനെയാണല്ലോ, വലുതാണല്ലോ, അല്ലെങ്കിൽ ചെറുതാണല്ലോ, ഇങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് പറയൂലേ. പല്ലൊക്കെ എന്താ ഇങ്ങനെ, ബാക്കിയുള്ളത് എന്താ രസം, കാണുമ്പോൾ ചിരിക്കുമ്പോൾ എന്താ രസം. പിന്നെ അതേപോലെ മുടി, എനിക്ക് ഇങ്ങനെ ഈ മുടി വേണ്ടായിരുന്നു, എനിക്ക് ആ മുടി മതിയായിരുന്നു. അങ്ങനെ പലതരം നമ്മുടെ കുറവുകളിലേക്കാണ് നമ്മുടെ ഫോക്കസ് പോകുന്നത് എങ്കിൽ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? നമ്മളെ സൃഷ്ടിച്ച ക്രിയേറ്റർ തന്നെയല്ലേ. ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തോന്നുക, അല്ലെങ്കിൽ തടി കൂടി എന്നതിൻ്റെ പേരിൽ നമുക്ക് കോൺഫിഡൻസ് കുറയേണ്ട ആവശ്യമില്ല. നിറം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഫിഡൻസ് കുറയേണ്ട ആവശ്യമില്ല. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ പ്യുവർ മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. പക്ഷേ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ തോട്ടുകളൊക്കെ വരുന്നത്. ഒരിക്കലും ജനിക്കുമ്പോഴേ ഒരു കുഞ്ഞിനും ഇങ്ങനത്തെ തോട്ടമൊന്നും വരുന്നില്ല. ആരെയോ എപ്പോഴോ നമ്മളെ പൊട്ടിച്ചിരിക്കുമ്പോൾ നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവും. അവിടെ നല്ലൊരു ചിരിയായിരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതിലൊന്നും റിഗ്രറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു ബെസ്റ്റ് വേർഷനായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്കതൊരു വിഷയമില്ലാത്ത ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. അതിനെ ഒരുപാട് തള്ളി പറയുക, കുറ്റപ്പെടുത്തുക ഒന്നും ചെയ്യാണ്ട് ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ സ്വന്തത്തിന് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു മോക്കുരി വരുമ്പോഴത്തേന് എൻ്റെ ഫേസ് മൊത്തം പോയല്ലോ എന്നുള്ളൊരവസ്ഥയിലൊന്നും ആരിയിരിക്കണ്ട. ഞാൻ ഇന്ന് റീലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന പോലെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു എന്നുള്ളതാണ്. നമുക്ക് നോക്കിയാൽ കാണാം, കൈയില്ലാതെ കാലില്ലാതെ അവർക്കൊക്കെ സ്പെഷ്യൽ ടാലൻറ്റ് പഠിച്ചോൻ കൊടുത്തിക്കണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവരുള്ളതിൽ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു മൈൻഡിൻ്റെ പവർ കൊണ്ട് തന്നെയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വിചാരിച്ച് നമുക്ക് എന്ത് കുറവുകളാണ് പഠിച്ചു തന്നിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾ കൊണ്ടും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കാം. അപ്പം തന്നെ നമ്മുടെ സെൽഫ് ഇമേജിന് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ യുണീക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ലേ. ഞാനിപ്പോൾ നേരത്തെ എണീക്കുകയും പിന്നെ അതേപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡായിട്ട് മൈൻഡ്ഫുൾനെസ് ആവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുതിയ ഹാബിറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അന്നത്തെ ദിവസം കളർഫുള്ളാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഫാമിലി ഗ്രൂപ്പൊക്കെ എൻ്റെ വീട്ടിലത്തെ ആൾക്കാർക്ക് ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ പാട്ട് പാടി കൊടുക്കും. അതൊക്കെ നല്ല കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ പ്രശംസിക്കൽ തുടങ്ങി. അതത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് തന്നെ അവർ കളിയാക്കുമ്പോൾ ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളവിടെ ഡൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അത് വിടണില്ല എന്ന് തോന്നുമ്പോൾ പ്രശംസിക്കൽ തുടങ്ങും. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ചിട്ട് ഡൗൺ ആകുമ്പോൾ വേറെ ആർക്കും നഷ്ടം വരില്ല, നമുക്കും നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനൊക്കെ കാര്യം ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത്. ഇപ്പോൾ ഞാൻ ഭയങ്കര സാഡായിട്ട് ഡിപ്രഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഭയങ്കര ടയേർഡാവും. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, വട്ടത്തിൽ മുടി കൊഴിയുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പനിക്കുക, അങ്ങനെ എന്താണെന്ന് അറിയില്ല. പക്ഷേ നമുക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. എനിക്ക് എൻ്റെ ഹാപ്പിനെസ്സും അതേപോലെ തന്നെ എനിക്ക് തന്നെ പ്രയോറിറ്റി കൊടുത്തതിന് ശേഷമാണ് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടായിട്ടുള്ളത്. പിന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആഫ്റ്റർ മാരേജ് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ അടുക്കളയാണ് നമ്മുടെ ബർക്കത്ത് എന്നുള്ളത്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സംഗതി. പക്ഷേ ഞാനന്ന് വിചാരിച്ച് എനിക്ക് അടുക്കളയിൽ കയറുന്നത് അങ്ങനെ മടി ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് കുക്കിങ്ങിനോട് അത്ര താല്പര്യമില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആവശ്യത്തിന് കുക്ക് ചെയ്യും, കഴിക്കും. ചില സമയത്ത് ഇഷ്ടമാണ്, ചില സമയത്ത് ഇഷ്ടമല്ല. അതിലായിട്ട് എനിക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനോടാണ് ഇൻട്രസ്റ്റ്. പലർക്കും പല താല്പര്യങ്ങളായിരിക്കും. അതേപോലെ അന്ന് എനിക്ക് അത് പറയുന്ന സമയത്ത് അവരോട് ദേഷ്യം കുറച്ചൊക്കെ തോന്നിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ ഒരു ദേഷ്യം ഒക്കെ എന്നെ എന്താ പറയുക ഇമ്പ്രൂവ് ആക്കിയിട്ടേ ഉള്ളൂ. കാരണം എൻ്റെ സ്കില്ല് കണ്ടെത്താനും അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോകാനും ഒക്കെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അടുക്കള അല്ല വർക്കത്ത്, നമ്മളാണ് വർക്കത്ത്. അത് നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ തന്നെയാണ് നമ്മളുടെ വർക്കത്ത്. ആ അടുക്കളയിലേക്ക് വർക്കത്താവുന്നത് നമ്മളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ.
അതുകൊണ്ട് തന്നെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകണില്ല. അവിടെ സങ്കടങ്ങളേ ഉണ്ടാവുള്ളൂ. ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നലെയും ഇന്നുമായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു വേരിയേഷൻ ഉണ്ടാകും. സൺഡേ മൊത്തം ഞാൻ അത് അഫർമേഷൻ പോലെ ഇങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ആം ക്രിയേറ്റീവ് മാസ്റ്റർ പീസ് എന്നുള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ ഇനി മെസ്സേജ് ആഡ് ചെയ്യാനാണുള്ളത്. നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് സംതിങ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അതിൽ എഴുതുക. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്, കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ചെറിയൊരു ചിത്രം വരച്ചിട്ടുണ്ട്. മോൾക്കായതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, ഒരു കുട്ടി അതിനിങ്ങനെ പിടിക്കുന്ന അല്ലെങ്കിൽ അതിനിങ്ങനെ എടുക്കുന്ന രീതിയിൽ, അതിൻ്റെ കയ്യിലേക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ലെറ്റർ രൂപത്തിലാണ് ഇനി ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. I asked the God for a best friend. He sent my daughter. Every journey has its own beauty. Just go with the flow. Just fly from your heart. മോനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനക്കും ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തതാണിത്.